കാര്യം ഞങ്ങള് എപ്പോഴെങ്കിലും വെളിയിൽ ഇങ്ങനെ എവിടെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് സിനിമയ്ക്ക് കയറാക്കത്തില്ലായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു അത്. സിനിമയ്ക്ക് കണ്ണാടിയില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. ഇവര് മറ്റേ 4K സിനിമ ഞാൻ കിടന്ന് 2G കറങ്ങിക്കൊണ്ടിരിക്കും. ചേട്ടാ പൃഥ്വിരാജാണ് മോഹൻലാലാണ് ആരായിരുന്നു ആ പറഞ്ഞതിന്റെ കൂട്ടത്തില് ഞങ്ങൾ വഴക്കോറുണ്ടിട്ടുണ്ട്. ഇത് ഇവളെ കൊണ്ട് ശല്യമായല്ലോ. ഞങ്ങൾ കണ്ണാടി കാക്കാനായിട്ടിരിക്കുക. ഭയങ്കര സിനിമ കണ്ണാടി എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സർജറി കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി കണ്ണാടിയില്ലാതെ. ഞാൻ തിയേറ്ററൊക്കെ ഇത്രയും വിപുലീകരിച്ചു, എന്നെ ക്ലാരിറ്റി എന്നാ സിനിമയ്ക്കൊക്കെ എന്നുള്ള സീനിലായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര പാടായിരുന്നു. കണ്ണാടി ഭയങ്കര വിഷയമായിരുന്നു. ഒരു പുതുജീവിതം പോലത്തെ ഒരു അവസ്ഥ. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എല്ലാരും കണ്ണാടി ഇല്ലാണ്ട് കാണാൻ പറ്റുന്നു. ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ലേ കാണാൻ. കല്യാണത്തിന് കണ്ടില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ട് എനിക്ക് കണ്ണാടി അത് ഭയങ്കര ഇതായിരുന്നു. ആൾക്കാരുടെ പരാതി കണ്ണാടി ഇങ്ങനെ പറഞ്ഞു ഒരുപാട്. ഞാൻ ഇതുപോലെ ഏതോരു തവണ പണ്ട് സ്കൂളിലാന്ന് തോന്നുന്നു, സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് കണ്ണാടി ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെ എക്സാം കഴിഞ്ഞപ്പോ എന്താ സ്കൂൾ വാൻ എന്താ ഇല്ലാത്തൊരു ദിവസം ബസ്സിൽ വരാമെന്ന് ഞാൻ അമ്മ എടുത്തു. അപ്പൊ ഇതുപോലെ കണ്ണാതെ ബസ്സിന്റെ പേരൊക്കെ മാറി വേറെ ബസ്സിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി എനിക്ക് കണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്ത കുഴപ്പമില്ല, ദൂരെ കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്.